ഹായ്, വെൽക്കം ബാക്ക്. പൈതണിൽ യൂസറിന് ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ അതാണ് നമ്മൾ ഈ ലെക്ചറിൽ മെയിനായിട്ട് കാണാൻ പോകുന്നത്. സപ്പോസ് നമ്മളിതിന് മുമ്പ് ചെയ്തിരുന്നതൊക്കെ എങ്ങനെയാണ്, എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ഇതുപോലെ വാല്യൂസ് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ വൈ എന്ന് പറഞ്ഞ നെക്സ്റ്റ് വേരിയബിളിൽ വി ആർ ഗിവിങ് സം അതർ വാല്യൂസ്. സോ ഇങ്ങനെ ചെയ്ത സമയത്ത് എന്താ, നമ്മൾ പ്രോഗ്രാം എഴുതുന്ന ആൾ തന്നെയാണ് ഇവിടെ വാല്യൂസ് അസൈൻ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് യൂസറിനൊരു വാല്യൂ എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. ദാറ്റ് മീൻസ് സപ്പോസ് ഞാൻ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് എനിക്കൊരു നെയിം കൊടുക്കണം. ദാറ്റ് മീൻസ് യൂസറിന് ഇഷ്ടമുള്ള നെയിം കൊടുക്കണം. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ആൾ ടൈപ്പ് ചെയ്യുന്നതല്ല, യൂസറിന് ഇഷ്ടമുള്ള ഒരു നെയിം കൊടുക്കണം. അതിനുള്ള ഫംഗ്ഷനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് വേണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. സോ ഞാനിവിടെ കോഡ്സിനകത്ത് എൻ്റർ യുവർ നെയിം, ഇത് ഞാനിപ്പോൾ റൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ കേഴ്സർ വന്നിങ്ങനെ നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് പൈതൺ ഈസ് എക്സ്പെക്ടിങ് സം ഇൻപുട്ട് ഫ്രം മീ. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് IMPLearn എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് റൺ ആയിട്ടുണ്ട്. ഞാനിവിടെ കൊടുത്ത ഈ ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കിവിടെ ഒന്നും കാണാത്തത്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, എൻ്റർ ദ നെയിമിൻ്റെ അവിടെ നമുക്ക് സ്പേസ് ഒന്നും വരുന്നില്ല. സോ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു കോളൻ കൊടുക്കുകയാണ്, ലൈക്ക് എ മെസ്സേജ്. ഇനി ജസ്റ്റ് ഞാൻ ആ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് നെയിം എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്കാണ് ഞാൻ കൊടുത്തത്. സോ നെയിം ഞാനവിടെ പ്രിന്റ് ചെയ്യാണ്. സോ ഇനി നമുക്കതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ആ കേഴ്സർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, എൻ്റർ ദ നെയിം, ദ പൈതൺ ഈസ് വെയിറ്റിംഗ് ഫോർ ദ ഇൻപുട്ട്. സോ നമുക്കിവിടെ ഇൻപുട്ട് കൊടുക്കാം. ലൈക്ക് ഞാൻ എൻ്റെ പേര് ജസ്റ്റ് കൊടുക്കാം, മനു എന്ന് കൊടുക്കുകയാണ്. സോ ഇവിടെ നോക്കിയാൽ ആ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് നമ്മൾ യൂസർ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് എന്താണോ അതാണ് ഇവിടെ അസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലെ നമുക്ക് യൂസറിന് ആവശ്യമുള്ള ഇൻപുട്ട് എന്താണോ അത് വേണമെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഞാൻ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. സോ ദെൻ ലൈക്ക് num1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിനകത്തേക്ക് ഞാൻ ഇൻപുട്ട് കൊടുക്കുകയാണ്. ആൻഡ് മെസ്സേജ് ഈസ് ലൈക്ക് എൻ്റർ ഫസ്റ്റ് നമ്പർ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഐ എം കോപ്പിയിങ് ദിസ് ലൈൻ, പേസ്റ്റ് ചെയ്യാണ്, എന്നിട്ട് അത് num2 ആയിട്ട് കൊടുക്കുകയാണ്. ആൻഡ് എൻ്റർ സെക്കൻഡ് നമ്പർ. ഓക്കെ, സോ രണ്ട് നമ്പേഴ്സ് ഞാൻ num1ലും num2ലേക്കും സേവ് ചെയ്യുന്നുണ്ട്. നൗ ഐ വാണ്ട് ടു ഫൈൻഡ് ദ സം ഓഫ് ദാറ്റ് നമ്പർ. സം ഇസ് ഈക്വൽ ടു num1 പ്ലസ് num2 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഐ ആം ജസ്റ്റ് പ്രിൻറ്റിങ് ദ റിസൾട്ട്. സം എന്ന് പറയുന്നതാണ് പ്രിൻ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഞാനൊരു മെസ്സേജ് ആദ്യം കൊടുക്കുകയാണ്, ലൈക്ക് ദ സം ഈസ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സോ ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പം നമ്മൾ റണ്ണ് ചെയ്ത് ഇവിടെ കോമ ഇടണം. ഓക്കെ, സോ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുക, num1 നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്നു, num2 എൻ്റർ ചെയ്യുന്നു, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഇവിടെ കിട്ടണം. ഓക്കെ, സോ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ എൻ്റർ ചെയ്യാണ്. സോ ഇവിടെ ഫസ്റ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്, ഐ എം ഗിവിങ് 10. സെക്കൻഡ് നമ്പർ ചോദിക്കുന്നുണ്ട്, ഐ എം ഗിവിങ് 20. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ സം ഈസ് എനിക്ക് വന്നത് എന്താണ്, 10, 20 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ആണ്. ശരിക്കും എനിക്ക് 30 ആണ് കിട്ടേണ്ടത്, പക്ഷേ ഇവിടെ 10, 20 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്താ പ്രശ്നം വന്നത്, ഞാനിവിടെ കൊടുത്തത് നമ്പർ ആണെങ്കിലും എനിക്ക് റിസൾട്ട് വന്നത് എന്താണ്, തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ഞാൻ എൻ്റെ കേഴ്സർ ഞാൻ ഈ num1നകത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാതെ num1ലേക്ക് ഹോവർ ചെയ്യുമ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, num1 ഈസ് എ സ്ട്രിങ്. ദാറ്റ് മീൻസ് ഇൻപുട്ടിലൂടെ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും എന്താണ്, ഒരു സ്ട്രിങ് ആയിട്ടാണ് എടുക്കുന്നത്. അവിടെ നമ്പർ ആയിട്ടല്ല, സ്ട്രിങ് ആയിട്ടാണ് ഡിഫോൾട്ടായിട്ട് എടുക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് പൈതണിനകത്തേക്കൊന്ന് കയറാം, ഒരു കാര്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സപ്പോസ് ഞാനിവിടെ രണ്ട് സ്ട്രിങ് കൊടുക്കുകയാണ്. സ്ട്രിങ് ഞാൻ എൻ്റെ ഫസ്റ്റ് നെയിം കൊടുക്കുകയാണ്, ദെൻ പ്ലസ് അടുത്ത സ്ട്രിങ് പ്രസാദ്, മനുപ്രസാദ് എന്നാണ് എൻ്റെ പേര്. സോ ഞാനത് രണ്ടും കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ അവിടെ കാണിച്ചത്, മനു ആൻഡ് പ്രസാദ് എന്ന് പറയുന്ന രണ്ട്
സ്ട്രിങ്ങുകളും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്യാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സോ സ്ട്രിങ്ങിൻ്റെ അവിടെ നമ്മൾ പ്ലസ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കൺകാറ്റിനേഷൻ ഓപ്പറേഷനാണ് നടക്കുക. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ക്വിറ്റ് ചെയ്യാണ്. നമുക്കിപ്പോൾ ഇൻറ്റിജർ ആയിട്ടാണ് എനിക്ക് വാല്യൂ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, സോ ഇൻറ്റിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ബ്രാക്കറ്റ് ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യാണ്. സോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അല്ലെങ്കിൽ യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ ആ ഇൻപുട്ടിനെ ഒരു ഇൻറ്റായിട്ട് കൺവേർട്ട്, ദാറ്റ് ഈസ് ഒരു ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇവിടെ നിങ്ങൾക്ക് ഈ കേഴ്സർ വെക്കുമ്പോൾ തന്നെ കാണാം, ഇറ്റ്സ് എ ക്ലാസ്. ഇൻറ്റിജർ എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതൊരു ഇൻറ്റിജർ ആയിട്ട് num1ലേക്ക് സേവ് ചെയ്യും. ഓക്കെ, ഇതേപോലെ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ഇൻറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്, ഐ എം ഗിവിങ് 10, സെക്കൻഡ് നമ്പർ 20. ഇപ്പോൾ എനിക്ക് ആൻസർ കറക്റ്റായിട്ട് 30 കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഈ മൗസിൻ്റെ കേഴ്സർ ഇവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അത് സ്ട്രിങ് ആയിട്ടല്ല ഇൻറ്റിജർ ആയിട്ടാണ് അവിടെ എടുത്തിട്ടുള്ളത്. സോ ഇതുപോലെ നമുക്ക് ഡാറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇൻറ്റിജർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്ന ക്ലാസ് വേണമെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. സോ ഫ്ലോട്ട് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കത് ജസ്റ്റ് നോക്കാം. എൻ്റർ ചെയ്തു, ജസ്റ്റ് 10 then 20 കൊടുത്തു കഴിഞ്ഞപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം അതൊരു ഫ്ലോട്ടായിട്ടാണ് എനിക്ക് റിസൾട്ട് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ മൗസിൻ്റെ കേഴ്സർ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫ്ലോട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫ്ലോട്ടിംഗ് നമ്പർ ആയിട്ടാണ് എനിക്ക് പിന്നെ റിസൾട്ട് കിട്ടും. യൂസർ ഇൻപുട്ടുകൾ പൈതണിനകത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ ആ കൊടുക്കുന്ന ഇൻപുട്ടിനെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കൺവേർട്ട് ചെയ്തിട്ട് എടുക്കുകയും ആവാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഗെറ്റിംഗ് ഇൻപുട്ട് ഫ്രം ദ യൂസേഴ്സ്. ഓക്കെ, ഹായ്, വെൽക്കം ബാക്ക്. പൈതണിലെ കമ്പാരിസൺ യൂസേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ കാണുന്നത്. എപ്പോഴും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വളരെ ആവശ്യമായിട്ട് വരുന്നതാണ്. പൈതണിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് പൈതണിനകത്തേക്കൊന്ന് ലോഗിൻ ചെയ്യാണ്. മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് അറിയുന്നതാണ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈ കമ്പാരിസൺ ഓപ്പറേറ്ററൊക്കെ നമ്മൾ ഓൾറെഡി പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പൈതണിലും ഈ സെയിം മീനിങ് തന്നെയാണ് നമ്മളവിടെ എടുക്കുന്നത്. പൈതണിൽ എങ്ങനെയാണ് നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ഔട്ട് എന്ന് ഉദ്ദേശിച്ചത്? സപ്പോസ് 4 ഈസ് ഗ്രേറ്റർ ദാൻ 6 എന്ന് ഞാൻ കൊടുക്കുക എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവിടെ ഫാൾസ് ആയിട്ടാണ് കിട്ടുക. ദാറ്റ് മീൻസ് 4 എന്ന് പറയുന്നത് 6നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ളതല്ല. സോ ഇറ്റ്സ് എ ഫാൾസ് ഔട്ട്പുട്ട് ആയിട്ടാണ് കിട്ടുക. അതേ സമയത്ത് 4 ഈസ് ലെസ് ദാൻ 6 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ട്രൂ. സോ ദാറ്റ് മീൻസ് നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്ററിൽ എപ്പോഴും ഒരു ബൂളിയൻ ഔട്ട്പുട്ടാണ്, ഒരു ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഔട്ട്പുട്ട് മാത്രമായിരിക്കും കിട്ടുക. ബേസ്ഡ് ഓൺ ദാറ്റ് ട്രൂ ഓർ ഫോൾസ് നമുക്ക് നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ത് വേണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോ അത് മനസ്സിൽ വെക്കുക. ഇറ്റ് ഓൾവേസ് ഗീവ് എ ട്രൂ ഓർ ഫോൾസ്, ഒരു ലോജിക്കൽ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കവിടെ തരിക. അതേപോലെ തന്നെ ഈ സെയിം സാധനം നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലും ലെസ് ദാൻ ആണെങ്കിലും എല്ലാത്തിലും ഇതേ ഒരു ഔട്ട്പുട്ടാണ് നമുക്കവിടെ കിട്ടുക. സോ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് നമുക്ക് ട്രൂ ആണ് തരുന്നത്. സോ അവിടെ ഒരു കമ്പാരിസൺ, ഞാനിപ്പോൾ സപ്പോസ് 6 എന്നുള്ള വാല്യൂ ഞാനിവിടെ കൊടുക്കുകയാണെങ്കിലും എനിക്ക് ട്രൂ ആയിരിക്കും കിട്ടുക, ബിക്കോസ് ഇറ്റ് സാറ്റിസ്ഫൈ ദിസ് കമ്പാരിസൺ. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ന് പറയുന്നതാണ്. സോ നമുക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് ഒരു വേരിയബിളിനകത്തേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു സിമ്പിളാണ് യൂസ് ചെയ്തിരുന്നത്. സോ അവിടെ നമ്മളൊരു അസൈൻമെന്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കമ്പാരിസൺ ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് സംതിങ് ഈക്വൽ ടു സംതിങ് എന്നുള്ള ആ ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ വരുന്ന സമയത്ത് പൈത്തൺ ഈസ് യൂസിങ് ഡബിൾ ഈക്വൽ ടു. ഓക്കെ, സോ ഈക്വൽ ടുവും അതുപോലെ ഡബിൾ ഈക്വൽ ടുവും തമ്മിലുള്ള കൺഫ്യൂഷൻ എപ്പോഴും വരുന്നതാണ്. അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പൈത്തണിൽ ഒരു കാര്യം ഉറപ്പിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് അസൈൻഡ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതേപോലെ തന്നെ ഡബിൾ ഈക്വൽ ടു ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു.
സോ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. നമുക്ക് സിംഗിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മൾ അസൈൻമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് ഈക്വൽ നമ്മളുടെ സാധാരണ ഈക്വൽ ടു കമ്പാരിസൺ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അതേപോലെ തന്നെ നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും ഈക്വൽ ടുവും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതും നമുക്ക് തരുന്നത് ഒരു ലോജിക്കൽ ഔട്ട്പുട്ടാണ്. സപ്പോസ് 5 ഈക്വൽ ടു 5 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റർ ചെയ്യുകയാണെങ്കിൽ എനിക്കത് ട്രൂ ആയിട്ടായിരിക്കും വരിക. ഞാൻ 6 എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഫോൾസ് ആയിട്ടായിരിക്കും വരിക. ഇതേ സമയത്ത് നോട്ട് ഈക്വൽ ടു ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ആസ് എ ട്രൂ ഔട്ട്പുട്ട്. പിന്നെ ഈ വാല്യൂ കൊടുക്കുന്ന സമയത്ത് സ്പേസ് ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പേസ് ഇടുകയാണെങ്കിൽ നമുക്കവിടെ സിൻടാക്സ് എറർ വരും. സോ അസൈൻമെന്റ് ഓപ്പറേഷനിൽ എപ്പോഴും നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു ഇങ്ങനെയുള്ള എന്ത് സിമ്പിൾ യൂസ് ചെയ്യുന്ന സമയത്തും ആ സ്പേസ് ഇടയിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ് പൈത്തണിൽ കമ്പാരിസൺ ഓപ്പറേറ്ററിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഈ ലെക്ചറിൽ കണ്ട കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.